بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين. സുമേസി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ മസ്ജിദുൽ ഹറാമിന്റെ തുടക്കം സൂചിപ്പിക്കുന്നതിനായി സ്ഥാപിച്ച സ്തൂപം നമുക്ക് കാണാം. അല്പം കൂടി മുന്നോട്ട് സഞ്ചരിച്ചാൽ മക്ക ഗേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മക്കയിലേക്കുള്ള പ്രവേശന കവാടവും കാണാം. അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള പ്രദേശമാണ് മക്ക. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മക്കയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു: അള്ളാഹു ആണ് സത്യം, നീ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലമാണ്, അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള പ്രദേശവുമാണിത്. നിന്നിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വിട്ടുപോകുമായിരുന്നില്ല. ഇമാം ബുഖാരി. മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരമുണ്ട്: അള്ളാഹുവാണേ, നിന്നിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുന്നു, എനിക്ക് ഏറ്റവും തൃപ്തിയുള്ള ഭൂമിയാണിതെന്ന് എനിക്കറിയാം. അള്ളാഹുവിന് ഏറ്റവും ബഹുമാനമുള്ളതുമത്രേ. നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറത്തു പോകില്ലായിരുന്നു. അബൂ യഹ്യ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും തൃപ്തിയുള്ള പ്രദേശമാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോട് പറഞ്ഞു: നീ എത്ര നല്ല പ്രദേശമാണ്, എനിക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട സ്ഥലവുമാണ്. നിന്നിൽ നിന്ന് എൻ്റെ ജനത എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ മറ്റൊരിടത്ത് ഞാൻ താമസിക്കുമായിരുന്നില്ല. മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ആകാശഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ച ദിവസം തന്നെ ഈ രാജ്യത്തെ മക്കയെ അവൻ ഹറാമാക്കിയിട്ടുണ്ട്. അന്ത്യനാൾ വരെ അള്ളാഹുവിൻ്റെ ബഹുമതി കൊണ്ട് ഈ അവസ്ഥ തുടരും. അതിനാൽ ഇവിടത്തെ മരങ്ങൾ മുറിക്കാനോ വേട്ടമൃഗങ്ങളെ ആട്ടിയോടിക്കാനോ പാടില്ല. പരസ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയല്ലാതെ വിലയുള്ള സാധനങ്ങൾ വീണ് കിട്ടിയാൽ ഇവിടെ നിന്നും എടുക്കാനും പാടില്ല. പുല്ലുപറിക്കുകയും അരുത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മക്കയിലും മദീനയിലും ദജ്ജാൽ പ്രവേശിക്കില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: മക്ക മദീന ഒഴികെ ദജ്ജാൽ ചവിട്ടാത്ത ഒരിടവും ഇല്ല. അവിടെ ഓരോ ഗേറ്റിനും മലക്കുകൾ പാറാവുകാരായി അണിയായി നിൽക്കും. ഇമാം ബുഖാരി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അമുസ്ലിങ്ങൾക്കും മക്കയിലേക്ക് പ്രവേശനമില്ല. അള്ളാഹു പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ. സത്യവിശ്വാസികളെ, ബഹുദൈവ വിശ്വാസികൾ മാലിന്യമാണ്. അതിനാൽ ഈ വർഷത്തിനു ശേഷം മസ്ജിദുൽ ഹറാമിനോട് അവർ അടുക്കരുത്. മക്ക മലക്കുകളാൽ വലയം ചെയ്യപ്പെട്ട പ്രദേശമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മക്കയും മദീനയും മലക്കുകളാൽ വലയം ചെയ്യപ്പെട്ട പ്രദേശമാണ്. അഹ്മദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മക്ക നിവാസികൾ അള്ളാഹുവിൻ്റെ അരുകാലത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താബ് ഇബ്നു ഉസൈദ് റളിയല്ലാഹു അൻഹയെ മക്കയിലെ ഉദ്യോഗസ്ഥനായി നിയമിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു: അള്ളാഹുവിൻ്റെ അഹ്ലുകാരുടെ മേലാണ് ഞാൻ നിനക്ക് ഉദ്യോഗം നൽകിയത്. തബഖാത്തുൽ കുബ്രയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത് കാണാം. മദീനയിലെ ജന്നത്തുൽ ബഖീയിലുള്ളവരെ ഒരുമിച്ച് കൂട്ടിയ ശേഷം മഹ്ശറയിൽ മക്കയിലുള്ളവരെയാണ് ഒരുമിച്ച് കൂട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അന്ത്യനാളിൽ ഞാനാണ് ആദ്യമായി ഭൂമിയിൽ നിന്ന് പുറത്തിറങ്ങുക, പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ശേഷം ഉമർ റളിയല്ലാഹു അൻഹു, പിന്നീട് ഞാൻ ജന്നത്തുൽ ബഖീയിൽ പോകും. അവരെ എന്നോടൊപ്പം ഒരുമിച്ച് കൂട്ടും. പിന്നീട് ഞാൻ മക്കക്കാരെ പ്രതീക്ഷിക്കും. അങ്ങനെ രണ്ട് ഹറമിനിടയിൽ അവരെ ഒരുമിച്ച് കൂട്ടപ്പെടും. തുർമുദി ഹദീസ് റിപ്പോർട്ട് ചെയ്തു. മദീനക്കാർക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യുക മക്ക നിവാസികൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ആദ്യമായി ഞാൻ ശുപാർശ ചെയ്യുക മദീന നിവാസികൾക്കാണ്, പിന്നീട് മക്കക്കാർക്കും, ശേഷം തായിഫുകാർക്കുമാണ്. താരിഖുൽ കുബ്രയിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മക്കയിൽ ആയുധം ചുമന്ന് നടക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല. മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിക്കുന്നു. മക്കയിൽ അപമര്യാദയായി പെരുമാറുകയോ മക്കക്കാർക്കിടയിൽ മോശമായ കാര്യം ചെയ്യാൻ കരുതുകയോ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. അല്ലാഹു തആല പറയുന്നു:
വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. മക്കയിൽ ആരെങ്കിലും അതിക്രമം കാണിച്ചുകൊണ്ട് അപമര്യാദയായി പെരുമാറിയാൽ വേദനാജനകമായ ശിക്ഷ അവനെ പിടികൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലേക്ക് ഏറ്റവും ക്രോധമുള്ളവർ 3 വിഭാഗമാണ്. 1 ഹറമിൽ അക്രമം കാണിക്കുന്നവർ, 2 ഇസ്ലാമിൽ ജാഹിലിയ്യ കാലത്തെ നിലപാട് തുടരുന്നവർ, 3 അനധികൃതമായി മറ്റുള്ളവരുടെ രക്തം ഒലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ. ഇമാം ബുഖാരി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മക്കയിൽ വെച്ച് ദോഷം ചെയ്താൽ മാത്രമല്ല ശിക്ഷ ലഭിക്കുക, അത് കരുതിയാലും ശിക്ഷ ലഭിക്കും. മക്കയല്ലാത്ത ഒരിടത്തു വെച്ച് ദോഷം ചെയ്യാൻ കരുതിയാൽ അത് ചെയ്താൽ മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. പക്ഷേ ഹറമിൽ വെച്ച് അത് കരുതിയാൽ തന്നെ രേഖപ്പെടുത്തപ്പെടും. ഇപ്രകാരം തന്നെ മക്കയിലോ മക്കക്കാരിലോ ദ്രോഹം ചെയ്യണമെന്നാരെങ്കിലും കരുതിയാൽ അവൻ ശിക്ഷിക്കപ്പെടും. ചെയ്താലും കരുതിയാലും സമമാണ്. വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടാകും. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സൽക്രമങ്ങൾ ഇരട്ടിക്കപ്പെടുന്നത് പോലെ തന്നെ മക്കയിൽ ദുഷ്കർമ്മങ്ങളും ഇരട്ടിക്കപ്പെടും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം, ദോഷം ചെയ്താൽ 1 കൂടുതൽ രേഖപ്പെടുത്തുമോ? ഉത്തരം ഇല്ല. മക്കയിൽ വെച്ച് അത് ആ നാടിനുള്ള ബഹുമാനമാണ്. അവിടെ വെച്ച് ഡബിൾക്ക് ഡബിൾ ശിക്ഷ നൽകുമെന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു. മക്കയുടെ ശ്രേഷ്ഠത: 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലം, 2 ഭൂമുഖത്തുള്ള ജനങ്ങളുടെ കിബിലയായ കഅബ അവിടെയാണുള്ളത്, 3 ഈ നാടിനെ പിടിച്ച് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശബ്ദം ചെയ്തു, 4 കഴിവുള്ളവർക്കെല്ലാം ഹജ്ജിന് വേണ്ടി മക്കയിൽ പോകൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി, 5 തല തുറന്നിട്ടും മറ്റ് വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചും മക്കയിൽ പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി, 6 മക്കയിലെത്തലും കഅബ തവാഫ് ചെയ്യലും കഴിഞ്ഞ പാവങ്ങൾ പൊറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കി. മക്ക എന്ന പേര് ഈ രാജ്യത്തിന് വരാൻ കാരണം തെമ്മാടികളെ നശിപ്പിക്കുകയും അവരെ അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഈ രാജ്യത്തിന് ബക്ക എന്നും പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ ബുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽആലമീൻ. ലോകത്തിന് നേർവഴിയായും അനുഗ്രഹമായും ബക്കയിൽ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് ആദ്യത്തെ ഭവനം. അഹങ്കാരികളുടെ പിരടി താഴ്ത്തിക്കളയുന്ന സ്ഥലമാണിത്. ധിക്കാരം അവിടെ കരുതുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തിക്കളയും. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഉമ്മുൽ ഖുറ എന്നും പേരുണ്ട്. ഭൂമിയുടെ കേന്ദ്രമത്രേ ഇത്. ദുനിയാവിൻ്റെ പൊക്കിളുമാണ്. പരിപാലിക്കപ്പെടുന്ന സ്ഥലത്തിൻ്റെ മധ്യവുമാണ്. മഹത്വമുള്ള നാടുമത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലിയുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ. മക്കാനിവാസികൾക്കും പരിസരവാസികൾക്കും മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ഈ രാജ്യത്തിന് അൽ ബലദ് എന്നും പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിനൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം തങ്ങൾ ഓർക്കുക, നാദാ ഈ നാടിനെ നീ വിശ്വസ്ത പ്രദേശമാക്കണമേ. ബലദുൽ അമീൻ എന്നും പേരുണ്ട്. ഭയമുള്ളവർക്കെല്ലാം അവിടെ അഭയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹാദൽ ബലദിൽ അമീൻ. വിശ്വസ്തമായ ഈ നാടിനെ തന്നെയാണ് സത്യം. കഅബയുടെ പരിസരത്തിന് മതാഫ്, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ കഅബ എന്നിങ്ങനെ പറയപ്പെടും. ഇസ്രായിനെ പരാമർശിച്ച ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, ലൈലത ഉസ്രിയ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ മസ്ജിദുൽ കഅബതി ജാഉ സലാസതു നഫറൻ. മസ്ജിദുൽ കഅബയുടെ സമീപത്തു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശാപ്രയാണം ആരംഭിക്കുമ്പോൾ 3 പേർ അവിടെ വന്നു. ഇമാം ബുഖാരി. ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാൽ പ്രതിഫലം ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഈ പള്ളിയിൽ നിന്നുള്ള നിസ്കാരം മസ്ജിദുൽ ഹറാം ഒഴികെ മറ്റു പള്ളികളിൽ നിന്നുള്ള 1000 നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ്. മസ്ജിദുൽ ഹറാമിലെ നിസ്കാരം
മറ്റു പള്ളികളെക്കാൾ 1,00,000 കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇമാം ബുഖാരി, മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് 55 വർഷവും 6 മാസവും 20 ദിവസവും മറ്റു പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് ലഭിക്കുമെന്നർത്ഥം. അതേസമയം ഖളാ വീടുന്നതാണെങ്കിൽ 1 മാത്രമേ വീടുകയുള്ളൂ. അള്ളാഹുവിലേക്ക് ചേർത്തും കൊണ്ട് കഅബയെ പറഞ്ഞത് അതിൻ്റെ സവിശേഷതയത്രേ. അള്ളാഹു തആല പറയുന്നു, വതഹിർ ബൈതിയ ലിത്വാഇഫീൻ, എൻ്റെ വീടിനെ തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾ ശുദ്ധീകരിക്കുക. ഭൂമിയിലെ ആദ്യത്തെ പള്ളിയാണ് നിങ്ങൾ ഈ കാണുന്ന കഅബാലയം. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ് നബിയെ എന്ന് ഞാൻ ചോദിച്ചു. മസ്ജിദുൽ ഹറാമാണെന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. പിന്നീട് ഏതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അക്സ പള്ളിയാണെന്ന് അവിടുന്ന് പറഞ്ഞു. ഇവ രണ്ടിൻ്റെയും ഇടക്കുള്ള കാലം എത്രയാണെന്നു ഞാൻ ചോദിച്ചപ്പോൾ 40 വർഷമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഇമാം ബുഖാരി, മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ സന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടതായി ഉദ്ധരിക്കുന്നു. ഇസ്ലാം വിദേശിയായി ആരംഭിച്ചു, തുടക്കം പോലെ അത് മടങ്ങുകയും ചെയ്യും. അന്ന് ശുറബാക്കൾക്കാണ് സന്തോഷം. ആരാണ് ശുറബാക്കളെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ജനങ്ങൾ ദുഷിപ്പിക്കുന്നത് നന്നാക്കുന്നവരാണവർ. അല്ലാഹുവാണേ സത്യം, ഒലിപ്പുവെള്ളം ഒരുമിച്ചു കൂട്ടും പ്രകാരം ഈമാൻ മദീനയിലേക്ക് ഒരുമിച്ചു കൂടും. അല്ലാഹുവാണേ സത്യം, ഇസ്ലാം 2 പള്ളിയുടെ മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും ഇടയിലേക്ക് പാമ്പ് മാളത്തിലേക്ക് അണിയുന്നത് പോലെ ചെന്നണിയും. കഅബ ബൈത്തുൽ മഅ്മൂറിനു നേരെയാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവർ പരിശുദ്ധ ഖുർആനിലെ വൽ ബൈത്തുൽ മഅ്മൂർ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഈ ബൈത്തുൽ മഅ്മൂർ കഅബാലയത്തിനു നേരെ മുകളിൽ ആകാശത്തിലുള്ള വീടാണ്. ആകാശത്തിൽ ഇതിനുള്ള ബഹുമതി ഭൂമിയിൽ കഅബത്തിനുള്ള ബഹുമതിയാണ്. 70,000 മലക്കുകൾ ഇതിൽ നിസ്കരിക്കുന്നു. പിന്നീട് ഒരിക്കലും അവർ അതിലേക്ക് മടങ്ങി വരുന്നില്ല. ഇബ്നു കസീർ ഈ സംഭവം ഉദ്ധരിക്കുന്നു. പരിശുദ്ധ കഅബാലയം, ആ കഅബാലയത്തിലേക്ക് നോക്കുന്നവർക്ക് തന്നെ അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യം ലഭിക്കുന്നു. കഅബാലയത്തിലേക്ക് നോക്കുന്നവർക്ക് വലിയ പ്രതിഫലവും മഗ്ഫിറത്തും ലഭിക്കുന്നു. കഅബാലയത്തിന് മുറ്റം ദുആക്ക് ഇജാബത്തുള്ളതാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ ഈളായിൽ ഒരു കഥ പറയുന്നത് കാണാം. ഒരു സ്ത്രീ കഅബാലയത്തിന് മുറ്റത്തേക്ക് വരുന്നു. ചോദിക്കുന്നു, എവിടെയാണ് എൻ്റെ യജമാനൻ്റെ കഅബാലയം? എൻ്റെ യജമാൻ്റെ വീടെവിടെ? ആരോ പറഞ്ഞു, ആ കാണുന്ന വീടാണ്. ഉടനെ ഒരൊറ്റ ഓട്ടമാ കഅബാലയത്തിൻ്റെ കില്ല പിടിച്ച് ആ സ്ത്രീ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയുകയാണ്. കഅബാലയത്തിനോടുള്ള സ്നേഹം, ഈ റബ്ബിനോടുള്ള സ്നേഹം അതങ്ങ് പ്രകടിപ്പിച്ചപ്പോൾ തൻ്റെ മരണം സംഭവിക്കുകയാണ്. തൻ്റെ ആത്മാവ് സ്വർഗ്ഗലോകത്തേക്ക് പറന്നു പോവുകയാണ്. കഅബാലയത്തിൻ്റെ മുറ്റത്ത് ഇജാബത്ത് ലഭിക്കുന്നു, ദുആക്ക് ഉത്തരം ലഭിക്കുന്നു. കഅബാലയത്തിന് മുറ്റത്ത് കാണാം, കഅബാലയത്തിലെ ഹജറുൽ അസ്വദിൻ്റെയും വാതിലിൻ്റെയും ഇടയിലുള്ള സ്ഥലം മുൽത്തസം. മുൽത്തസം എന്ന് പേര് വരാൻ തന്നെ കാരണം ചോദിക്കുന്നവർ പിരിഞ്ഞു പോകാൻ ഇഷ്ടപ്പെടാതെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മുൽത്തസം എന്ന് പേര് വരാനുള്ള കാരണം. ഈ പ്രപഞ്ചത്തിൻ്റെ സകലവും ഉടമസ്ഥനായ യജമാനനായ, ഈ പ്രപഞ്ചത്തിൻ്റെ സകലവും ഉടമസ്ഥൻ രാജാവ്, ഈ വലിയ രാജാവിൻ്റെ വീട്ടുപടിക്കൽ ചെന്ന് ഒരടിമ ചോദിക്കുന്നത് ആ യജമാനെ സംബന്ധിച്ചിടത്തോളം ഒരു നയാ പൈസക്ക് വിലയില്ലാത്തതാണ്. അത് തരാതെ, ആ മനുഷ്യനെ പരിഗണിക്കാതെ, ആ മനുഷ്യന് കാരുണ്യം ലഭിക്കാതെ അവിടുന്ന് തിരിച്ചു പോരുമെന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ആ കഅബാലയത്തിൻ്റെ മുറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഅബയെ സ്വപ്നം കാണൽ വലിയ കാര്യമാണ്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ ദർശിച്ചാൽ എന്നെ തന്നെയാണ് കണ്ടത്. കാരണം പിശാചിനു എന്റെയോ കഅബാലയത്തിന്റെയോ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല. കഅബയിലേക്ക് നോക്കൽ ആരാധനയാണ്.
ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കഅബയിലേക്ക് നോക്കൽ ഇബാദത്താണ്. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ കഅബാലയത്തിലേക്ക് നോക്കി നിന്നാൽ മാതാവ് പ്രസവിച്ച ദിവസത്തെ പോലെ അവൻ പാപമോചിതനായി വരുമെന്ന് സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. കഅബാലയത്തിന്റെ ഉൾഭാഗത്ത് അതിഭംഗിയുള്ള 3 തൂണുകൾ കാണാം. നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദനത്തടി കൊണ്ടുള്ള മരങ്ങളാണത്. ഓരോ തൂണിന്റെയും ഇടയിൽ 2 മീറ്ററും 35 സെന്റിമീറ്ററും അകലമുണ്ട്. വാതിലിന് അഭിമുഖമായി ഒരു മെഹ്റാബും ഉണ്ടായിരുന്നു. കഅബയുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ച സ്ഥലമാണത്. കടക്കുന്ന ആളുകളുടെ ഫലഭാഗത്ത് മുകളിലേക്ക് കയറാനുള്ള കോണിയും ഉണ്ട്. അതിന്മേൽ കഅബയുടെ കവാടം എന്ന പേരിൽ ഒരു കവാടം ഉണ്ട്. അതിന്മേൽ മറയും ഉണ്ട്. പച്ചപ്പട്ടുകൊണ്ട് കഅബയുടെ മുകളും ചുറ്റുഭാഗമുള്ള ചുമരുകളും മൂടാറുണ്ട്. അതിന്മേൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തൗബ വാതിലിന്റെ തൊട്ടടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദീ ബിമക്കത മുബാറകം വഹുദൽ ലിൽആലമീൻ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഅ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം യാ ഹന്നാൻ യാ മന്നാൻ യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹും ബിലാൽ റളിയല്ലാഹു അൻഹും ഉസ്മാൻ ബിൻ ത്വൽഹ റളിയല്ലാഹു അൻഹും എന്നിവരും ഒരിക്കൽ കഅബയുടെ ഉള്ളിൽ പ്രവേശിച്ചു. അവർ കഅബയുടെ വാതിലടച്ചു, കുറ്റിയിട്ടു. തുറന്നപ്പോൾ ആദ്യം പ്രവേശിച്ചത് ഞാനായിരുന്നു. അപ്പോൾ ഞാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണുകയും ചോദിക്കുകയും ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ ഉള്ളിൽ വെച്ചു നിസ്കരിച്ചിരുന്നോ? 2 യമാനി തൂണിനിടയിൽ വെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നുവെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയും ചെയ്തു. ബുഖാരി മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബയിൽ പ്രവേശിച്ചാൽ നേരെ മുമ്പോട്ട് പോകുമായിരുന്നു. വാതിൽ പിന്നിലാക്കും. നേരെ മുമ്പിലുള്ള ചുമരിൽ നിന്നു 3 മുഴം വിട്ടു നിൽക്കുകയും നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതെന്നു ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ സ്ഥലം പരിഗണിച്ചാണ് ഇങ്ങനെ ചെയ്തത്. കഅബയുടെ ഉള്ളിൽ വെച്ച് ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞു നിസ്കരിച്ചാലും വിരോധമില്ല. മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്നിവർ കഅബയുടെ ഉള്ളിൽ പ്രവേശിച്ച ശേഷം കതകടച്ചു. കുറേ നേരം അവിടെ താമസിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു ചെയ്തതെന്നു ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു തൂൺ വലഭാഗത്തും 2 തൂൺ ഇടഭാഗത്തും 3 തൂൺ പിന്നിലുമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. അന്ന് കഅബക്ക് 6 തൂണായിരുന്നു ഉണ്ടായിരുന്നത്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. കഅബയുടെ ഉള്ളിൽ പ്രവേശിക്കലും അവിടെ വെച്ച് നിസ്കരിക്കലും സുന്നത്തായ കാര്യമാണ്. അതിന് സാധ്യമല്ലെങ്കിൽ ഇജ്റു ഇസ്മായിലിൽ നിന്ന് നിസ്കരിച്ചാൽ മതി. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ കഅബയുടെ ഉള്ളിൽ പ്രവേശിക്കട്ടെയോ? അവിടുന്ന് പറഞ്ഞു, നീ ഇജ്റു ഇസ്മായിൽ പ്രവേശിക്കുക, അത് കഅബയിൽപ്പെട്ടതാണ്. ഇമാം നസായി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. പരിശുദ്ധ കഅബാലയത്തിന്റെ പഴയകാല ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 160, 170 വർഷങ്ങൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
4 മദ്ഹബിലെ ഇമാമിങ്ങൾക്കും നിൽക്കാനുള്ള പ്രത്യേകമായ പുരകൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു. നിസ്കാരത്തിൽ നേതൃത്വം വഹിക്കുന്ന ചില ഭാഗങ്ങൾ അടയാളപ്പെടുത്തി ഷാഫി മദ്ഹബുകാർ ആ ഭാഗത്ത്, ഹനഫി മദ്ഹബുകാർ ഈ ഭാഗത്ത്, ഇങ്ങനെ പ്രത്യേക ഇമാമിങ്ങളും ഉണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ. لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഅബാലയത്തിന്റെ മുറ്റ വിപുലീകരണങ്ങളാണ്. അതിശക്തമായ വിപുലീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന സർവ്വ ബിൽഡിങ്ങുകളും പൊളിച്ചു മാറ്റി മുറ്റ വിപുലീകരണം അതിസ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ കഠിനാധ്വാനം കൊണ്ട് ഓരോ ദിവസവും ധൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുന്നു.
കഅബാലയത്തിന് മുറ്റവും പരിസരവുമൊക്കെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോഴത്തെ രാജാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മക്കയെ തന്നെ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള പട്ടണമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ തന്നെ കഅബാലയത്തിന് മുറ്റത്ത് വരുന്ന ഏതൊരാളും ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നിന്നു പോവുകയാണ്. ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ എന്ന് ഈ രണ്ട് രാജാക്കന്മാർക്കുമുള്ള പേര് അത് നൽകേണ്ടതും അതിലപ്പുറം എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അതാ പറയേണ്ടത്. ഈ കഅബാലയത്തിന് വേണ്ടി, ഈ കഅബാലയത്തിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി, ഈ കഅബാലയത്തിന് മുറ്റത്ത് വരുന്ന ആളുകൾക്കുള്ള സൗകര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഈ ഭരണകൂടം തയ്യാറാണ്. ഈ കഅബാലയത്തിന്റെ പരിസരത്തെത്തുന്ന ഹാജിമാർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. 4-5 വർഷം മുമ്പ് വന്ന ഹാജിമാർ നെട്ടിപ്പോവുകയാണ്. ഞങ്ങൾ മുമ്പ് കണ്ട കഅബാലയത്തിന് മുറ്റമല്ലല്ലോ ഇത് എന്ന് അവർ ഉറക്കെ പറഞ്ഞു പോവുകയാണ്. വല്ലാത്ത വികസനങ്ങൾ, അതിശക്തമായ വികസന പ്രവർത്തനങ്ങളാണ് കഅബാലയത്തിന് ചുറ്റുഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹാജിമാർക്ക് വേണ്ടി മെട്രോ ട്രെയിൻ വരുന്നു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനക്കാരായ 25,000 തൊഴിലാളികളുടെ കഠിനാധ്വാനം കൊണ്ട് ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മിന തൊട്ട് അറഫ് വരെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹജ്ജിന് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ പ്രവർത്തനം ആരംഭിക്കുന്നു. ഹാജിമാർക്ക് സുഖകരമായി അറഫയിലും മിനയിലും മുസ്ദലിഫയിലും ഈ ട്രെയിനിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു. ഈ ട്രെയിൻ സംവിധാനം ഹാജിമാർക്ക് വലിയ അനുഗ്രഹമാണ്. വലിയ തിക്കും തിരക്കും കുറക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. പഴയ കാലങ്ങളിലുണ്ടായിരുന്ന ത്യാഗങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. എന്നാലും ഈ രാജാക്കന്മാർ വരുന്ന ഹാജിമാരുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുന്നത് സ്വാഗതാർഹം തന്നെയാണ്. وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين
وما أنزلنا على قومه من بعده من جود من السماء وما كنا منزلين കിങ് അബ്ദുൽ അസീസ് സ്മാരക ക്ലോക്ക് ടവർ അഥവാ മക്ക ക്ലോക്ക്. ഹറമിൻ്റെ തൊട്ടടുത്ത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന, ആരും നോക്കിപ്പോകുന്ന ക്ലോക്ക് ടവർ. ഈ ക്ലോക്ക് ടവറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനേകം പ്രത്യേകതകളുള്ള ഈ ക്ലോക്ക് ടവർ ആരും നോക്കിപ്പോകും. ഏത് ഹാജിമാരെയും അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും നല്ലൊരു ദൃശ്യമാണ് ക്ലോക്ക് ടവർ. അതിൻ്റെ ചില പ്രത്യേകതകൾ: ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് ടവർ, ബിൽഡിങ്ങിൻ്റെ ഉയരത്തിൽ ലോകത്തിൽ 5-ാം സ്ഥാനം. 8 കിലോമീറ്റർ ദൂരെ നിന്നും ക്ലോക്ക് ടവർ കണ്ടു തുടങ്ങും. മക്കയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ക്ലോക്ക് ടവർ കാണാം. ക്ലോക്ക് ഡയലിൻ്റെ നീളം 43 മീറ്റർ, വീതി 39 മീറ്റർ. ലോകത്തിലെ ഏറ്റവും വലിയ ഹിലാൽ അഥവാ ചന്ദ്രക്കല. ബഹിരാകാശ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഗുണമേന്മ കൂടിയ തെറാമിക്സ് ഉപയോഗിച്ചാണ് ക്ലോക്ക് ഡയലിലെ ചിത്രപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണിക്കൂർ സൂചി 17 മീറ്ററും മിനിറ്റ് സൂചി 22 മീറ്ററും. രാത്രിയായാൽ ക്ലോക്ക് ഡയലിൻ്റെ നിറം ഇരുട്ടിലും കാണത്തക്ക വിധം മാറും. നേരം വെളുത്താൽ വീണ്ടും പഴയപടിയാവും. ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ടിവിയിലും റേഡിയോയിലും വിവരങ്ങൾ പ്രക്ഷേപണം ചെയ്യാൻ ക്ലോക്ക് ടവറിൽ സംവിധാനം ഉണ്ട്. ക്ലോക്ക് ടവറിലെ മിനാരത്തിൽ നിന്നുള്ള ശബ്ദം 7 കിലോമീറ്ററിനപ്പുറം കേൾപ്പിക്കാം. ക്ലോക്ക് ടവറിൽ രാത്രി പ്രകാശിക്കുന്ന ലൈറ്റ് 30 കിലോമീറ്ററിനപ്പുറം വരെ കാണാം. ഈദ് തുടങ്ങിയ ആഘോഷ സന്ദർഭങ്ങളിൽ ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ നിന്നും ആകാശത്തേക്ക് 30 കിലോമീറ്റർ ഉയരത്തിൽ ലൈറ്റ് അടിക്കാനുള്ള സംവിധാനം ക്ലോക്ക് ടവറിലുണ്ട്. ഇതുപോലെ ഒട്ടനേകം പ്രത്യേകതകളുള്ള ഈ ക്ലോക്ക് ടവറിലെ മുനാരത്തിൽ നിന്ന് കേൾക്കുന്ന ബാങ്കിൻ്റെ ശബ്ദം 7 കിലോമീറ്ററിനപ്പുറം കേൾപ്പിക്കാൻ സാധിക്കുന്നു. മസ്ജിദുൽ ഹറാമിൽ കൊടുക്കുന്ന ബാങ്കിൻ്റെ ശബ്ദം 7 കിലോമീറ്റർ ഇപ്പോൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها മക്കയുടെയും മുസ്തലിഫയുടെയും ഇടക്കുള്ള മലഞ്ചെരുവാണ് മിന. അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ രക്തം ഇവിടെ ഒലിക്കപ്പെടുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത്. ആദം അവിടെ വെച്ച് സ്വർഗം കൊതിച്ചതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന അഭിപ്രായമുണ്ട്. അറഫയിലേക്ക് ഹാജിമാർ പുറപ്പെടുന്നതിന് മുമ്പ് 9-ാം രാവിന് ഹാജിമാർ മിനയിൽ ക്യാമ്പ് ചെയ്യുന്നു. പിന്നീട് ദുൽഹജ്ജ് 11, 12 രാവുകളിൽ വേഗം പോകേണ്ടവർ അവിടെ താമസിക്കും. ധൃതിയില്ലാത്തവർ 13-നും പോകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു,
കുട്ടികൾക്ക് വേണ്ടി ഉമ്മമാരുടെ ഗർഭാശയം വിശാലമാകുന്നത് പോലെ ഹാജിമാർക്ക് വേണ്ടി മിന വിശാലമാകും. അഖ്ബാർ മക്ക ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. 3 ജംറകൾ, ഖൈഫ് പള്ളി, അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്ത് പൂർത്തിയാക്കിയ മസ്ജിദുൽ ബൈഅ എന്നിവ മിനയിലുണ്ട്. മിനയിലെ തമ്പുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തീപിടുത്തമുണ്ടാകാൻ സാധ്യത പോലുമില്ലാത്ത, ഇത് ഉദ്ഘാടനം ചെയ്തത് തന്നെ ഇതിൻ്റെ മുകളിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടാണ്. പെട്രോൾ കത്തിയെന്നല്ലാതെ തമ്പ് കത്തിയില്ല. അത്രയും ഏറ്റവും നല്ല വിലപിടിപ്പുള്ള തമ്പുകളാണ് മിനയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഹജ്ജത്തുൽ വദായിൽ മിനായിൽ വെച്ചു അറവിൻ്റെ ആദ്യ ദിവസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറവ് നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിന മുഴുവനും അറവിൻ്റെ സ്ഥലമാണ്. മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അഥവാ മിനായിൽ എവിടെ വെച്ച് അറുത്താലും മതിയാവും. അറവിൻ്റെ 2ാമത്തെ ദിവസം അഥവാ ദുൽഹജ്ജ് 11 സൂറത്തുൻ നസ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങി. ഇത് യാത്ര പറയുന്ന അവസരമാണെന്ന് അത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. ഉടനെ ഒട്ടകത്തെ കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും അതിൻ്റെ പുറത്തു കയറി ജനങ്ങൾക്ക് വേണ്ടി അഖബയിൽ നിൽക്കുകയും ചെയ്തു. അന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചതിൽപ്പെട്ട ഏതാനും കാര്യങ്ങളിതാ. അവിടുന്ന് ചോദിച്ചു, ഇന്നത്തെ ദിവസം ഏതാണ്? ഹറാമായ ദിവസമാണെന്ന് സ്വഹാബത്ത് പറഞ്ഞു. ഇത് ഏതു രാജ്യമാണെന്ന് അവിടുന്ന് ചോദിച്ചു. ഹറാമായ രാജ്യമാണെന്നവർ പറഞ്ഞു. ഇത് ഏത് മാസമാണെന്ന് വീണ്ടും ചോദിച്ചു. ഹറാമായ മാസമാണെന്നവർ ഉത്തരം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ രക്തം, സ്വത്ത്, അഭിമാനം എന്നിവ നിങ്ങൾക്ക് ഹറാമാണ്. ഇന്നത്തെ ഈ ദിവസം പോലെ, രാജ്യം പോലെ, മാസം പോലെ ഹുർമത്തുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. പിന്നീട് അവിടുന്ന് തല ഉയർത്തി പറഞ്ഞു, അല്ലാഹുവേ ഞാൻ എത്തിച്ചില്ലയോ, അല്ലാഹുവേ ഞാൻ എത്തിച്ചു കൊടുത്തില്ലയോ? സ്വഹാബത്ത് അതേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, അല്ലാഹുവേ നീ സാക്ഷ്യം വഹിക്കുക. ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മസ്ജിദുൽ ഖൈഫ് പള്ളിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖൈഫ് എന്നത് 2 മലയുടെ ഇടക്കുള്ള സ്ഥലമാണിത്. മിനായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൈമയുടെ സ്ഥാനത്താണ് ഇപ്പോൾ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 1ാം ജംറയുടെ അടുത്ത് മിനാ മലയുടെ നിരപ്പിലാണിത്. യസീദ് ബിനു അസ്വദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജിന് ഞാൻ സംബന്ധിച്ചു. സുബൈ നിസ്കാരം ഖൈഫ് പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാൻ നിസ്കരിച്ചു. ഇമാം തുർമുദി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈഫ് പള്ളിക്കു സമീപം 70 പ്രവാചകന്മാരുടെ ഖബറുണ്ട്. മൂജമുൽ കബീറിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഖൈഫ് പള്ളിയിൽ വെച്ച് 70 പ്രവാചകന്മാർ നിസ്കരിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അതിൽപ്പെടും. മസ്ജിദുൽ ഖൈഫ് എന്ന് ഈ പള്ളിക്ക് പേര് വെക്കാൻ കാരണം വേറെയും ഉണ്ട്. ഖൈഫ് ഭയം എന്നാണ് അർത്ഥം. ഈ പള്ളി നിൽക്കുന്നത് വലിയ മലകളുടെ താഴ്ഭാഗത്താണ്. മലയിൽ നിന്ന് വരുന്ന വെള്ളവും മറ്റും ഭയന്നുകൊണ്ടാണ് അവിടെ നിൽക്കുന്ന ആളുകൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഖൈഫ് എന്ന് പേര് വരാൻ കാരണം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മസ്ജിദുൽ ഖൈഫ് വിശാലമായി പന്തലിച്ചു കിടക്കുന്ന ഈ പള്ളി ആരുടെയും ശ്രദ്ധയിൽപ്പെടും. ജംറയോടടുത്ത് കാണുന്ന പന്തലിച്ചു കിടക്കുന്ന ഈ പള്ളിയുടെ മുറ്റത്ത് മലയാളത്തിൽ തന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഷയിലുമുണ്ട്. ആ കൂട്ടത്തിൽ മലയാളത്തിലും എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാം. മസ്ജിദുൽ ഖൈഫ് എന്ന് എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാം. അറബിയിലുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്, മറ്റ് പല ഭാഷയിലുമുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ മലയാളവും ഉണ്ട്. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عمله
ജംറകളുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജംറകളുടെ വിപുലീകരണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 വർഷമായി ഈ പുതിയ രൂപത്തിലുള്ള ജംറയുടെ പണി ആരംഭിച്ചിട്ട് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തിരക്കുകളിൽപ്പെട്ട് ആളുകൾ മരണപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് അതിശക്തമായ വിപുലീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പാലം മെട്രോ ട്രെയിനിൻ്റെ പാലമാണ്. ഇവിടെ അത് അവസാനിക്കുകയാണ്. ഈ വർഷം ഇവിടം വരെ മെട്രോ ട്രെയിൻ പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم. മക്കയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ആദ്യം കാണുക ജംറത്തുൽ അഖബയാണ്. ഈ കാണുന്നത് ജംറത്തുൽ അഖബയാണ്. 3 ജംറകളിൽ മക്കയോട് ഏറ്റവും അടുത്ത ജംറയാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം ഹജ്ജിന്റെ കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ മിനായിലെത്തി. അപ്പോൾ പിശാജ് 1-ാം ജംറയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. 7 കല്ലെടുത്തു അവനെ എറിയാൻ ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് കൽപ്പിച്ചു. അപ്രകാരം ചെയ്തപ്പോൾ അവർ ഭൂമിയിൽ ആണ്ടുപോയി. വീണ്ടും അവർ 2-ാം ജംറയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, 7 കല്ലെടുത്ത് തക്ബീർ ചൊല്ലിയെറിയുക. അപ്രകാരം ചെയ്തപ്പോൾ അവൻ ഭൂമിയിൽ ആണ്ടുപോയി. പിന്നീട് 3-ാമത്തെ ജംറത്തുൽ അഖബയുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മേൽ പറഞ്ഞ പ്രകാരം ചെയ്യാൻ മലക്ക് കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അപ്രകാരം ചെയ്തപ്പോൾ അവർ ഭൂമിയിൽ ആണ്ടുപോയി. അഖ്ബാർ മക്കയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജംറത്തുൽ വുസ്ത, 2-ാം ജംറ എന്നും ഇതിന് പേരുണ്ട്. ഇപ്പോൾ ജംറ വിപുലീകരിച്ച് 10,000-കണക്കിന് ആളുകൾക്ക് ഒരേ സമയത്ത് എറിയാൻ പറ്റുന്ന രീതിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന സ്ഥലം ജംറത്തുൽ അഖബ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ ഉലയിലൊക്കെയാണ്. ഏറെ സന്ദർഭങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കാറ്. ഇപ്പോൾ ഒരിക്കലും മരണമോ അപകടമോ സംഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് ജംറത്തുൽ അഖബയും ജംറത്തുൽ വുസ്തയും ജംറത്തുൽ ഉലയും സംവിധാനിച്ചിട്ടുള്ളത്. ഏറെ സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇത്. 2-3 വർഷമായി ഇപ്പോൾ ഒരപകടവും ഉണ്ടാകാറില്ല. നമുക്കറിയാം, പഴയ കാലങ്ങളിലൊക്കെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പോലും ഉമർ ഖത്താബ് തങ്ങൾക്ക് പോലും അപകടം സംഭവിച്ചിട്ടുണ്ട്. എറിയുന്ന സമയത്ത് ഒരു കല്ല് വന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തലക്ക് കുടുങ്ങിയിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പരക്ക് സംഭവിച്ച സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്നാൽ ഇപ്പോൾ ഈ ജംറകളുടെ ഈ സൗകര്യം ആർക്കും ഒരു പരുക്കും പറ്റാതെ ഒരു ഏറും കൊള്ളാതെ രീതിയിൽ സംവിധാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ അത്ഭുതം തന്നെയാണ്. والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار. മസ്ജിദുൽ ബൈഅ ഹിജ്റയുടെ മുമ്പ് അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി 1ഉം 2ഉം തവണ നടത്തിയ ബൈഅത്തിന്റെ സ്ഥലത്തുള്ള പള്ളിയാണ്. ജംറത്തുൽ അഖബയിൽ നിന്ന് 300 മീറ്റർ അകലെയാണിത്. മിനയിലേക്ക് വരുന്നവരുടെ ഇടഭാഗത്തും മിനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നവരുടെ വലതുഭാഗത്തുമാണ് ഇതുള്ളത്.
ഒന്നാം ഉഖ്ബ ഉടമ്പടി നടന്നത് ക്രിസ്താബ്ദം 621 രണ്ടാം ഉഖ്ബ ഉടമ്പടി 622 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൂബത്ത് ലഭിച്ച് 12ാം വർഷം ആണ് ഒന്നാം ഉടമ്പടി നടക്കുന്നത്. 13ാം വർഷത്തിലാണ് രണ്ടാം ഉടമ്പടിയും നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൂബത്ത് ലഭിച്ച് മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെയും അബൂ താലിബിന്റെയും സംരക്ഷണത്തിലായിരുന്നു. അബൂ താലിബ് മരണപ്പെട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു. ആരുടെയും തണലില്ലാതെ പ്രബോധന രംഗത്ത് തുടരാൻ വല്ലാത്ത പ്രയാസം. ഈ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് യാത്ര നടത്തിയത്. തായിഫിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പ്രബോധനം നടത്തിയപ്പോൾ അവർ നബിയെ പരിഹസിക്കുകയും കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുകയും ചെയ്തു. അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഹജ്ജ് സന്ദർഭത്തിൽ ആഗ്രഹിച്ചു, ഏതെങ്കിലും കബീലക്കാർ എന്നെ കണ്ടുമുട്ടുകയും അവരെന്നോട് ബൈഅത്ത് നടത്തുകയും ചെയ്താൽ, അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അഖബയുടെ ഭാഗത്ത് ഇപ്പോൾ മസ്ജിദുൽ ബൈഅ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് അൻസാരികളായ ഏതാനും ആളുകൾ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് വന്ന് ബൈഅത്ത് ചെയ്യുന്നത്. ഔസ് ഖസറജ് ഗോത്രത്തിൽ നിന്ന് 12 പുരുഷന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബൈഅത്ത് നടത്തി. അതാണ് ഒന്നാം അഖബ ഉടമ്പടി. എന്തുവരെയും കൊടുത്ത് നബിയെ സംരക്ഷിക്കാം, അങ്ങ് ഞങ്ങളുടെ രാജ്യത്തേക്ക് വരിക, എന്തു സ്വീകരണം ഞങ്ങൾ അങ്ങേക്ക് നൽകാം, സ്വത്തും സമ്പത്തും ഞങ്ങളുടെ മക്കളും എല്ലാം അങ്ങേക്ക് ഫിദിയാണ്, ഫിദാക ഉമ്മി വ അബി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു സ്വഹാബത്ത് ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്തിനാണ് ഒന്നാം ഉഖ്ബ ഉടമ്പടി എന്ന് പറയുന്നത്. നൂബത്തിലെ 13ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ബൈഅ നിൽക്കുന്ന സ്ഥലത്ത് ജംറത്തുൽ അഖബയുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് മദീനക്കാരായ അൻസാരികളായ 73 പുരുഷന്മാരും 2 സ്ത്രീകളും വരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇതേ സ്ഥലത്ത് വെച്ച് രണ്ടാം ഉഖബ അഥവാ രണ്ടാം ഉടമ്പടി നബി തങ്ങളുമായി നടത്തുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ സമ്പത്തും മക്കളും നിങ്ങളുടെ എല്ലാം അള്ളാഹുവിനും റസൂലിനും സമർപ്പിക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്നെ നിങ്ങൾ സംരക്ഷിക്കുമോ? ഏത് സന്ദർഭത്തിലും സംരക്ഷിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ് നബിയെ, ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ എല്ലാം അങ്ങേക്ക് ഫിദാ ആണ് നബിയെ, അങ്ങേക്ക് സമർപ്പിക്കാൻ റെഡിയാണ് നബിയെ, ഏതു സമയത്തും അങ്ങയെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഉടമ്പടി നടത്തി. ഈ ഒന്നാം ഉഖബയും രണ്ടാം ഉഖബയും നടന്ന സ്ഥലത്തിനാണ് മസ്ജിദുൽ ബൈഅ. ആ സ്ഥലത്തെ ബഹുമാനിച്ച് ആദരിച്ച് സ്വഹാബത്ത് മുതൽ ഇക്കാലമത്രമുള്ള മുസ്ലിമീങ്ങൾ അതിനെ ബഹുമാനിക്കുകയും ബർക്കത്തെടുക്കുകയും ചെയ്തു പോന്നു. ചരിത്രങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അവിടുത്തെ ചുമരിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പള്ളിയെ സംരക്ഷിച്ചു പോന്ന ആളുകളുടെ രേഖകൾ ആ പള്ളിയുടെ ചുമരിൽ തന്നെ എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാം. ഒട്ടനേകം ആലിമീങ്ങൾ ഈ പള്ളിയെ സംബന്ധിച്ച് പഠനം നടത്തി അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വെച്ചത് കാണാവുന്നതാണ്. ഈ പള്ളി മണ്ണ് മൂടപ്പെട്ടു പോയിരുന്നു. ജംറകളുടെ പണി നടക്കുന്ന സമയത്ത് മണ്ണുകൾ നീക്കം ചെയ്ത സമയത്താണ് ഈ പള്ളി പ്രതിഷ്ഠപ്പെട്ടത്. ഈ അടുത്ത കാലത്ത് ഈ പള്ളി പ്രതിഷ്ഠപ്പെട്ടപ്പോൾ ഇവിടുത്തെ ആലിമീങ്ങളടക്കം ആസാറുകളെ സൂക്ഷിക്കുന്ന പ്രത്യേക ആലിമീങ്ങളുണ്ട്. അവർ വന്ന് ഈ പള്ളിയെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ പള്ളിയുടെ ചുമരിൽ തന്നെ ഇതിൻ്റെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ അവർക്ക് സാധിച്ചു. അങ്ങനെയാണ് ഈ പള്ളി കണ്ടെത്തിയത്. ഈ പള്ളിയെ സംബന്ധിച്ച് ധാരാളം ഗ്രന്ഥങ്ങളിൽ പരാമർശങ്ങൾ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐനു സുബൈദ. ഈ കനാൽ ഹാറൂൺ റഷീദിന്റെ കാലത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കനാൽ വരുന്ന